പൈസ വീട്ടിലിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരു രക്ഷയില്ല. വീട്ടിൽ ഇരുന്ന് ഞാൻ ആൾക്കാർ കൊണ്ട് എന്നോട് ചോദിക്കുക, ഞാൻ ഈ ചെയ്തതെല്ലാം എല്ലാവർക്കും വേണ്ടി എടുത്തു കൊടുത്തിട്ടാണ് ഞാനിപ്പോൾ എനിക്ക് വീട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥ. ഇത് പറഞ്ഞിട്ട് കാര്യമില്ലോ. തരണ്ടേടാ, ആരെങ്കിലും തരണ്ടേ? വിളിച്ചാൽ ഫോണും എടുക്കുന്നില്ല. ഇപ്പൊ എത്ര ലക്ഷം രൂപ കടക്കാന്നെ? ആരെങ്കിലും തരണ്ടേ? മനസ്സിറങ്ങി കൊടുത്തവര് ആരെങ്കിലും തരണ്ടേ? ഒരാളും തന്നില്ലടാ. ഞാൻ തരാം ഞാൻ ഇടാ തരാടാ. എത്ര പേർക്ക് ഞാൻ കൊടുക്കാനുള്ളത്? ഈ വലിയവർക്ക് കാശ് എടുത്ത് കൊടുത്തിട്ടേ എല്ലാം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഞാനിപ്പോൾ വീട് കാരണം അത് നമുക്ക് സോൾവ് ചെയ്യണം. 2 ദിവസത്തെ സോൾവ് ചെയ്യാം. 2 ദിവസത്തിൽ നമുക്ക് ശരിയാക്കും. ഇതിന്റെ കാശ് തന്നെ, ഈ കാശ് എന്നിട്ട് വർത്താനം പറഞ്ഞ ആരാന്നും പറഞ്ഞു. നിനക്കെന്നെ അറിയാൻ പാടില്ല? നിനക്കെന്നെ അറിയാൻ പാടില്ല? ഇപ്പൊ എത്ര നിനക്ക് ഞാൻ 50,000 രൂപ എടുത്തു തന്നിട്ട് ഞാനിപ്പോ എത്ര ലക്ഷം രൂപ അടക്കാൻ പറ്റില്ലെന്നറിയാമോ? അറിയില്ലല്ലോ. എങ്ങനെ നീ അറിയാത്ത എന്താണ്? നീ എന്ത് കാരണത്തിന് എന്റെ കാശ് വന്നിട്ട് നീ പോയാ മതി. നീ ആരാണെന്നോ എനിക്കറിയില്ല. പാർക്കിൽ ആരെങ്കിലും വന്നിരുന്നു എന്തെങ്കിലും പറഞ്ഞു. നിനക്കെന്നെ അറിയില്ല? എന്റെ കാശ് വന്നിട്ട് നീ പോയാ മതി. നിനക്കെന്നെ അറിയില്ലല്ലേ? നീ ആരടാ വീടടാ? നീ വഴി പോകുന്ന ആൾക്കാരെയൊക്കെ പിടിച്ചിട്ട് നിന്നെ പരിചയമില്ലല്ലോ. എന്നെ അറിയില്ല നിനക്ക്? ഇങ്ങനെ കുറെ ആളുകൾ പറച്ചിൽ വരും പോകും. അതൊക്കെ എനിക്ക് നിനക്കെന്നെ അറിയില്ല? ഇല്ല ഞാനറിയില്ല. അറിയില്ല? ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഞാൻ കാണിച്ചു തരാം. നിന്നെ ഞാനറിയില്ല. ഈ പേര് നിനക്കറിയില്ല? ഈ പേര് നിനക്കറിയില്ല? എന്റെ പേരല്ല. എന്റെ പേരാ തെളിഞ്ഞു വന്ന നിന്റെ മൊബൈലില്. മനസ്സിലായില്ലേ? ഇത് എന്റെ പേരാണ്, എന്റെ നമ്പറുമാണ്. ഇനി ഒരു കാര്യം പറയട്ടെ, നീ അവിടെ ഇരുന്നേ. നീ അവിടെ ഇരിക്കേ. നീ എന്നെ അറിയില്ലെന്ന് പറഞ്ഞില്ലേ? നിനക്ക് ക്രെഡിറ്റ് കാർഡ് വെച്ച് 50,000 രൂപയല്ലേ ഞാൻ എടുത്തു തന്നത്? അതിപ്പോ മാസം അടച്ചടച്ച് 1.5 ലക്ഷം രൂപയായി. ഇത് ഞാൻ എന്ത് കാണിച്ചാണ് ഈ അടയ്ക്കണമെന്ന് അറിയാവോ? എന്തോ ഒരു കഷ്ടപ്പെട്ട് അടയ്ക്കണമെന്നറിയാം. എത്ര പേരോട് കടം മേടിച്ചിട്ടാണ് ഞാൻ ഈ ചെയ്യുന്നത്? നമുക്ക് ഒത്തിരി വിഷമമുണ്ട്. നിനക്ക് എന്താ പറയാനുള്ളത്? എന്റെ സാഹചര്യം അതായത് ഞാനാ വളരെ ഹോസ്പിറ്റൽ ഫീസ് കൊണ്ട് എനിക്ക് തരാൻ പറ്റുന്ന സാഹചര്യം. അർജന്റ് അല്ല, എനിക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനാ. ഇത് തന്നെ 1.5 ലക്ഷം രൂപ ഞാൻ അടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ കാശ് നീ എപ്പോ തരും? ഒരാഴ്ച ഒന്നും മൊബൈൽ അങ്ങനെ എടുക്കില്ല. കാര്യങ്ങൾ ഉണ്ടായിക്കോട്ടെ. പല സാഹചര്യങ്ങളും വരും. അങ്ങനെയൊക്കെ വരുമ്പോ ഞാൻ അങ്ങനെ നിനക്ക് പൈസ തരാതിരിക്കാൻ വേണ്ടിയിട്ടല്ല. എന്റെ പിച്ചു നടക്കില്ല. കാരണം എനിക്ക് എന്റെ പൊന്നു സാറേ, ഇവൻ എന്തെങ്കിലും കാശ് മേടിച്ചിട്ട് എണ്ണി നടക്കുക. അതല്ല, നിങ്ങൾ അറിയണം. നിങ്ങൾ ഞങ്ങളുടെ സാർ അറിയണം. സാർ എന്റെ കയ്യിൽ കാശ് മേടിച്ചിട്ട് എത്ര മാസമായി മുങ്ങി കിടക്കണം? 50,000 രൂപ മേടിച്ചാൽ കൊടുത്ത് ഇതുവരെയൊക്കെ തന്നിട്ടുമില്ല. ഞാൻ അത് അടച്ചത് 1.5 ലക്ഷം രൂപ വരെയായി. ഇതൊക്കെ ഞാൻ എങ്ങനെ അടയ്ക്കുക? എന്ത് കഷ്ടപ്പെട്ട് വീട് പറ്റില്ല. വേറെ ഒന്നല്ല, കാശ് എടുത്ത് തരണ്ടേ? അതൊന്നും ഫോളോ ചെയ്യേണ്ട ഒരു ഇടവല്ലേ. പബ്ലിക് പ്ലേസ് ആണ്. നിങ്ങൾ അതിന്റെ നിയമപരമായ വശത്തിലേക്ക് പോകും. ഇവൻ മുങ്ങിയാണെന്ന് ഇന്നാണ് കണ്ടുപിടിച്ചത്. അപ്പൊ ഇവിടെ വെച്ചാണ് കണ്ടുപിടിച്ചത്. കാശ് കൊടുക്കും. നമ്മൾ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കള്ളത്തരം ചെയ്തതൊന്നല്ല. നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വന്നു. അപ്പൊ അങ്ങനെ അവിടെ പൈസയുടെ ഒരു പ്രശ്നം. 1 വർഷത്തോളം ഈ ഹോസ്പിറ്റൽ കേസ് വരുമോ? നമ്മള് ഞാൻ 50,000 രൂപയ്ക്ക് 1.5 ലക്ഷം രൂപ അടച്ചു. ഇനിയും കൊടുക്കാൻ കിടക്കുക. അപ്പൊ യാദൃശ്യമായിട്ടാ ഇവിടെ വെച്ച് കണ്ടത്. പല കാര്യങ്ങളുണ്ടെങ്കിൽ അതിലും വലിയ കാര്യം എനിക്കുള്ളത് ഈ കാശ് കിട്ടിയാലാണ് എന്റെ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ നിനക്ക് അതിന്റെ വിഷമമുണ്ടല്ലോ. ഈ വീടിന്റെ മൊബൈൽ എന്റെ സ്വഭാവം മാറ്റരുത്. എന്റെ സ്വഭാവം മാറ്റരുത്. നടക്കില്ല. എനിക്ക് എന്റെ കാശ് ഞാൻ തകർന്നു നിൽക്കണമല്ലോ. ഞാൻ തകർന്നു.
നീ ഒന്നും പറയണ്ട, എന്റെ കാശ് തരാതെ നിനക്ക് മൊബൈൽ തരില്ല. പൈസ തരും, പൈസ തരും. നിനക്ക് ഈ ഐഫോണൊക്കെ എടുക്കാൻ കാശുണ്ട്. പൈസ തരും, പബ്ലിക് പൈസ. ഇവിടെ നിങ്ങളുടെ സംഘം കളിക്കില്ല. ഈ ഐഫോൺ ആശുപത്രിക്ക് കിടക്കുന്നവനൊക്കെയാണെന്ന് പറഞ്ഞ ഐഫോൺ വരെ മേടിച്ചാണ്. അപ്പൊ ഇവൻ എന്തോ തട്ടിപ്പാണ്. ഇവിടുന്ന് പോകും. നമ്മളിവിടെ ഒന്നും വന്നൊന്നുമല്ല. പൈസ ഇത് മൊബൈലൊക്കെ തട്ടിപ്പറിച്ച് ഇവിടുന്ന് ഇതാ പ്ലേസ് അല്ലല്ലോ. എന്റെ പൊന്ന് ബിജു നടക്കില്ല. നീ ഒന്ന് സമാധാനമായിട്ട് കേക്ക്, കാര്യങ്ങൾ കേക്ക്. എന്റെ ഇവനെ കിട്ടിയത് യാദൃശ്യമായിട്ടാ കിട്ടിയത്. എന്ത് കഷ്ടപ്പെട്ടാ ഞാൻ ഞാൻ നിന്റെ അടുത്ത് ആത്മാർത്ഥമായിട്ട് പറയുന്നു. ഞാൻ നിന്റെ അടുത്ത് ആത്മാർത്ഥമായിട്ട് പറയുന്നു. 10 മിനിറ്റ് പൊന്ന് ബിജു നടക്കില്ല. നിനക്ക് മൊബൈൽ തരൂല. എനിക്ക് നീ പോയി കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നില്ല. സാറേ ഈ മൊബൈൽ വിളിച്ചേ സാറേ. ഞാൻ ഒരു 10 മിനിറ്റ് ഞാൻ നിനക്ക് ശരിയാക്കി തരാം. സാറ് ഈ മൊബൈൽ പൈസ സാധനം കൊടുക്കാം. ഞാൻ സാറിന്റെ മൊബൈൽ തന്നല്ലേ. എനിക്ക് സാറ് മൊബൈൽ തന്നെ. ഞാൻ നിനക്ക് മൊബൈലാ. ഇല്ല സാറ് കാശ് തന്നെ. സാർ ഞാൻ എന്തോരം നേരം പിടിച്ചു വെച്ചിട്ട് ഞാൻ ഇപ്പൊ എന്നെ തന്നെ ഞാൻ ഈ സാറിന് വിശ്വസിച്ചല്ലേ മൊബൈൽ കൊടുത്തത്. അത് കാരണല്ലേ സാറേ ഞാൻ മൊബൈൽ നിങ്ങൾക്ക് തന്നത്. ഇപ്പൊ ഇനി അവനെ കിട്ടുന്നത് ഈ ജന്മത്തെ അവനെ കിട്ടൂല. ബഹളം വെച്ചാലുള്ള സ്ഥലമല്ലേ അത്. മൊബൈലും പോയി, കാശും പോയി. നീ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുക്കടാ. ഇവിടെ നിന്ന് കറങ്ങിട്ട് വല്ല കാര്യമാണ്. ദൈവം നാളത്തോടെ കണ്ടുപോരത്. എന്താ ആൾക്കാരാ ഇത്. ഇനി ഒരിക്കലും ഒരാളെ സഹായിക്കാൻ പാടില്ല. പക്ഷെ എത്ര അനുഭവമായി. ഇനി മേല 10ന്റെ പൈസ, എത്ര വലിയ കൂട്ടുകാരാണെങ്കിലും 10ന്റെ പൈസ കൊടുത്ത് സഹായിക്കരുത്. ആ കൊടുത്തു കഴിഞ്ഞാൽ ആ ബന്ധവും പോയി, ആ സ്നേഹവും പോയി, നഷ്ടങ്ങൾ മാത്രം. ഇത് ഞാൻ ഇങ്ങനെ